കൊണ്ടാഴി പാറമേൽപ്പടിയിൽ യുവാവ് ദാരുണമായി കൊല്ലപ്പെട്ട വാഹനാപകട കേസ് നിർണായക ഘട്ടത്തിൽ. അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന കാറുടമയും ഭാര്യയും ഒളിവിൽ പോയതോടെ വാഹനമോടിച്ചിരുന്നത് ആരാണെന്നതിലാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രദ്ധ. ഗൾഫിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ ഭർത്താവ് തന്നെയാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 7:15 റോഡിലൂടെ നടന്നുപോയ 34-കാരനായ അരുണിനെ KL 48 N 9695 നമ്പർ ചുവന്ന സ്വിഫ്റ്റ് കാർ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഭാര്യയെ ഡ്രൈവിംഗ് സീറ്റിലിരുത്താൻ ശ്രമം നടന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ആദ്യഘട്ടത്തിലെ റിപ്പോർട്ടുകൾ ഭാര്യയായിരുന്നു വാഹനം ഓടിച്ചിരുന്നതെന്ന സൂചന നൽകിയിരുന്നു. യഥാർത്ഥ ഡ്രൈവർ ആരാണെന്ന് കണ്ടെത്താൻ പഴയന്നൂർ പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ തേടുകയാണ്. അപകടമുണ്ടാക്കിയ ഉടൻ രക്ഷാപ്രവർത്തനം നടത്താതെ ഓടിപ്പോവുകയും പിന്നീട് കാറിന്റെ കേടുപാടുകൾ മറയ്ക്കാൻ നാളികേരം വീണതാണ് എന്ന കള്ളക്കഥ മെനയുകയും ചെയ്ത ഇരുവരുടെയും നീക്കം പോലീസിന്റെ രഹസ്യാന്വേഷണത്തിൽ തകർന്നിരുന്നു. തുടർന്ന് പോലീസ് സർവീസ് സെന്ററിൽ നിന്നും കാർ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഇവർ വീടുപൂട്ടി ഒളിവിൽ പോയത്. മനഃപൂർവ്വം രക്ഷാപ്രവർത്തനം ഒഴിവാക്കി ഓടിപ്പോവുകയും അപകട വിവരം മറച്ചുവെക്കാൻ കള്ളക്കഥ മെനയുകയും ചെയ്ത ഇവരുടെ നടപടിയിൽ നാട്ടുകാർക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അതേസമയം തുടർച്ചയായി അപകടങ്ങൾക്ക് സാധ്യതയുള്ള പാറമേൽപ്പടിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥയും വെളിച്ചക്കുറവും പരിഹരിക്കാത്ത അധികൃതർക്കെതിരെ പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. മനഃപൂർവ്വം അപകടം വരുത്തിയ ഡ്രൈവർക്കെതിരെയും രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഒളിച്ചോടിയതിനും പഴയന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി.